എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ കേരളക്കരയാകെ ഒന്നിച്ച് വിറങ്ങലിച്ചു പോയ, കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തത്തെ ആസ്പദമാക്കി ഞാനൊരു കവിത എഴുതിയിരുന്നു. അതാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. കരിനിഴൽ വീണ വയനാട്. കുന്നിൻ ചരിവുകൾ, മലനിരകൾ, പാടങ്ങൾ, തെളിനീരൊഴുകും പുഴച്ചാലുകൾ, അതിനോടടുത്തായി സരസ്വതി ക്ഷേത്രവും, അതിനുള്ളിൽ ഗുരുക്കളും ശിഷ്യന്മാരും, പുത്തൻ പ്രതീക്ഷകൾ തളിരിട്ടു നിൽക്കുന്ന പുഴയോരരികുള്ള വിദ്യാലയം, കലിയിളകി പേമാരി കടപുഴകി മരങ്ങൾ, കൂറ്റൻ കല്ലുകൾ, മൺകൂനകൾ എല്ലാം ഒലിച്ചുപോയി പുത്തൊഴുക്കിൽ. സംഹാരരുദ്രയാം ചൂരൽമല, ഒരു പാതിരാത്രിക്ക് അകലങ്ങളിൽ കേൾക്കാം ഇതുവരെ കേൾക്കാത്ത ഗർജനങ്ങൾ. പാറക്കഷണങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞുപോയി, ദിക്കുകൾ നടുങ്ങും ഭയാനക ശബ്ദങ്ങൾ, ആർത്തലച്ചുള്ള കരച്ചിലുകൾ, നിലവിളികൾ, മരണം അടുക്കുന്ന നിസ്സഹായ നിമിഷം. ഒന്നു രക്ഷിക്കൂ, ഒന്നു രക്ഷിക്കൂ എന്നു കേഴുന്ന മനുഷ്യകോലങ്ങൾ. ആർക്കും കഴിഞ്ഞില്ല, ഒന്നും കഴിഞ്ഞില്ല, വിധി കരുതി വച്ചത് സംഭവിച്ചു. ഉറ്റവർ, ഉടയവർ, നാൽക്കാലികൾ എല്ലാം നശിച്ചുപോയി കുത്തൊഴുക്കിൽ. കുട്ടികൾ, റോഡുകൾ, പാലങ്ങൾ, അങ്ങനെ ഒരു നില ഇരുനില കെട്ടിടവും. അതിനൊപ്പമില്ലാതെയായി നമ്മുടെ സരസ്വതി വിളയാടും വിദ്യാലയം. എത്ര കുരുന്നുകൾ, അവരുടെ ഗുരുക്കന്മാർ എല്ലാം കൊഴിഞ്ഞുപോയി കറുത്തരാവിൽ. പലതും നഷ്ടമായി, പലരും അനാഥരായി, പലരും ഇഹലോക വാസം വെടിഞ്ഞു. ഇനിയും തിരയുന്നു ദുഷിച്ച ജഡത്തിനായി ഒരു പിടി പ്രതീക്ഷയിൽ ഉറ്റവർ, ഉടയവർ. ഇന്നും തിരിച്ചറിയാതെ ജഡങ്ങൾ മോർച്ചറിക്കുള്ളിൽ വിറങ്ങലിച്ചിടുന്നു. ഏതെന്നറിയാതെ, എന്തെന്നറിയാതെ, ആരെന്നറിയാതെ, എവിടെയെന്നറിയാതെ. 6 അടി മണ്ണിൽ അഭയം തേടുന്നു വിധിയുടെ ക്രൂരമാം ബലിയാടുകൾ. കൈമൈ മറന്ന് സുരക്ഷാ പ്രവർത്തകർ, കടലോളം സ്നേഹവും കർത്തവ്യബോധവും. പല കുടുംബത്തിലെ എല്ലാരും വിട്ടുപോയി ഏകരായി കേഴുന്ന മർത്യജന്മങ്ങൾ. അവിടവിടെ തേങ്ങലുകൾ, വിലാപങ്ങൾ കേൾക്കാം. എല്ലാം നശിച്ചുപോയി, ഇനി എന്തു ജീവിതം? ഇത്രയും ക്രൂരത വേണോ ദൈവമേ? അതിനുള്ള പാപം നാം എന്തു ചെയ്തു? ഉള്ളു നുറുങ്ങും പലതരം വാക്കുകൾ, രക്ഷയ്ക്കായി വിലപിക്കും ഫോൺ കോളുകൾ. എല്ലാം വിഫലമായി, വിധിയുടെ ക്രൂരത, എല്ലാ പ്രതീക്ഷയും നഷ്ടമായി. ഉറ്റവർ തിരയുന്നു തങ്ങളുടെ പ്രിയരെ, മാലകൾ, താലികൾ, അടയാള ചിഹ്നങ്ങൾ. ഇനിയും ലഭിക്കാത്ത ഒരുപാടു ജഡങ്ങൾ ഇനി എന്ന് തിരികെ ലഭിക്കുമെന്നോ? ഇനി എന്തു ഭാവി, ഇനി എന്ത് ജീവിതം?
ജീവിതം ഇനിയും പരീക്ഷണം തീർന്നതില്ലേ. വിനോദസഞ്ചാരങ്ങൾ പ്രിയനാം വയനാട് കരിനിഴൽ വീഴ്ത്തി കടന്നുപോയി. പിഞ്ചു ഹൃദയം തേങ്ങുന്നതു കേട്ട് മാറ് ചുരന്നൊരു വാത്സല്യമമ്മ. ഒരു നേരത്തെ വിശപ്പടക്കാനായി കനിവുള്ളൊരമ്മയായി പ്രിയ സോദരി. രക്ഷാപ്രവർത്തനം കൊടുമ്പിരി കൊണ്ടപ്പോൾ ജീവൻ വെടിഞ്ഞൊരു പ്രിയ സോദരൻ. പാതിരാവായപ്പോൾ മലയിടിഞ്ഞപ്പോൾ അമ്മയും കൂടെ പിഞ്ചു കരങ്ങളും. എവിടേക്ക് പോകണം, എങ്ങോട്ടു തിരിയണം, ഒന്നുമറിയാത്ത വിലാപജന്മങ്ങൾ. ഒടുവില്ലകപ്പെട്ടു കാട്ടാന തൻ മുന്നിൽ തൊഴുകയോടെ വണങ്ങിക്കരഞ്ഞു. ഒരു പാപം ചെയ്തില്ല, പോകാനിടമില്ല, ഒന്നും ചെയ്യല്ലേ കനിവേകണം. ഇതു കേട്ടു കാട്ടാന കണ്ണു നിറച്ചു. ഒരു രാവു മൊത്തം കാവലാളായി. വീരജവാന്മാർ കൈമൈ മറന്നു രക്ഷാപ്രവർത്തനം ചെയ്തിടുന്നു. തങ്ങാനിടമില്ല, ചായുവാനിടമില്ല, തെരുവും അവർക്ക് കൊട്ടാരമായി. പുസ്തകത്താളിലും നേർക്കാഴ്ചയിലും ആസ്വദിക്കാനുള്ളതാണീ വയനാട്. നൊമ്പര ഭൂമിയായി മാറിയിരിക്കുന്നു. പോയ ജന്മങ്ങളെ തിരികെ വരുമോ? പോയ ജന്മങ്ങളെ തിരികെ വരുമോ? നന്ദി.